ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മോദകം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് സുഖിയൻ എന്നും പറയും. അതിനു വേണ്ടി ഞാനൊരു 250 ഗ്രാം ചെറുപയർ എടുത്ത് 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒരു കുക്കറിലിട്ട് അതേ അളവിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ഇനി ഒരു 2 വിസിൽ വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 250 ഗ്രാം ശർക്കര ഇട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ചെറുപയർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് പരുവം. വെന്തുടഞ്ഞു പോകരുത്, ഒരുപാട് വേവരുത്. ഈ പരുവത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ശർക്കര പാനി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ പുഴുങ്ങിയ പയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ മോദകത്തിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് മൈദ, 1/2 കപ്പ് അരിപ്പൊടി, സ്വല്പം ഉപ്പ്, സ്വല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ശേഷം കുറേശ്ശെ വെള്ളം അതിലൊഴിച്ച് കൊടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിന് ഒരുപാട് വെള്ളമായി പോകാതെ ഇതാണ് പരുവം. ഈ പരുവത്തിന് നമ്മൾ ഉണ്ട കുത്താതെ അത് പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മോദകത്തിൻ്റെ മിക്സ് തണുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ കൈ സ്വല്പം നെയ്ക്കകത്ത് മുക്കിയിട്ട് നമുക്കത് ഓരോന്നായിട്ട് ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലാണ് ഞാൻ മുക്കുന്നത്. നെയ്ക്കകത്ത് കൈ മുക്കി അത് ഉരുട്ടിയെടുക്കുമ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഉരുട്ടി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം നമ്മുടെ മോദകത്തിൻ്റെ മിക്സ് എല്ലാം ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ചെറുപയറിൻ്റെ പരിപ്പിന് 23 മോദകം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന മോദകം ഓരോന്നും എടുത്ത് ആ ബാറ്ററിലിട്ട് ഇതുപോലെ ആക്കി എണ്ണയിലിടാം.
ഇപ്പം നമ്മുടെ മോദകം മൂത്ത് വന്നിട്ടുണ്ട്. ഞാനതെല്ലാം വറുത്ത് കോരിയെടുത്തു. നമ്മുടെ മോദകം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും. അതിൽ അമർത്തുമ്പോൾ ഓൾ എന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു.